കാട്ടാളനിൽ വയലൻസ് ഉണ്ടാകും. സിനിമ കണ്ടിട്ട് മാത്രം ക്രൈം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല സംവിധായകൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇതൊരു പുതിയ ചാനലായതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. സിനിമയിൽ നിന്ന് വയലൻസിൻ്റെ അതിപ്രസരം ഒഴിവാക്കുമെന്ന് സംവിധായകൻ പോൾ ജോർജ് പറഞ്ഞു. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഷരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന പുതിയ ചിത്രമാണ് കാട്ടാളൻ. മാർക്കോയിലെ വയലൻസിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച നടക്കുന്ന സാഹചര്യത്തിലാണ് കാട്ടാളൻ്റെ പ്രഖ്യാപനം. ആന്റണി വർഗീസ് നായകനാകുന്ന കാട്ടാളൻ സംവിധാനം ചെയ്യുന്നത് നവാഗതനായ പോൾ ജോർജ് ആണ്. താഴെ വീണ് കിടക്കുന്ന മൃതദേഹങ്ങൾക്കിടയിലും ആനകൾക്കുമേലും ഇടയിൽ മഴുവുമേന്തി നിൽക്കുന്ന ആന്റണി വർഗീസിൻ്റെ ചിത്രമാണ് കാട്ടാളൻ്റെ ഫസ്റ്റ് ലുക്കായി പുറത്തുവന്നത്. ഇതോടെ ഈ ചിത്രത്തിൽ മാർക്കോയ്ക്ക് സമാനമായി വയലൻസിൻ്റെ അതിപ്രസരം ഉണ്ടാകുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടർന്നിരുന്നു. എന്നാൽ ഇതിൽ അത്തരം വയലൻസ് ഉണ്ടാവില്ലെന്ന് വ്യക്തമാക്കി നിർമ്മാതാവ് രംഗത്ത് എത്തിയിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരണമായി എത്തിയിരിക്കുകയാണ് സംവിധായകനായ പോൾ ജോർജ്. കാട്ടാളനിൽ നിന്ന് വയലൻസ് പൂർണ്ണമായി ഒഴിവാക്കി മുന്നോട്ട് പോകാനാകില്ലെന്നും സെൻസർ ബോർഡ് കൽപ്പിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്ന വയലൻസ് തീർച്ചയായും ചിത്രത്തിൽ ഉണ്ടാകുമെന്നും സംവിധായകൻ പറഞ്ഞു. നിർമ്മാതാവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കാട്ടാളൻ എന്ന സിനിമയിൽ നിന്ന് വയലൻസ് മുഴുവനായി ഒഴിവാക്കണം എന്നല്ല. കാരണം അങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആ സിനിമയുമായി മുന്നോട്ട് പോകാനും പറ്റില്ല. കാടിനോട് ചേർന്ന ഒരു പശ്ചാത്തലമാണ് ചിത്രത്തിന്. അതിലെ കഥാപാത്രങ്ങൾക്ക് ഒരു വയലന്റ് ഷെയ്ഡുണ്ട്. അപ്പോൾ പൂർണ്ണമായും വയലൻസ് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ വയലൻസിനെ ഒരു അതിപ്രസരം ഒക്കെ നമ്മൾ തീർച്ചയായും ഒഴിവാക്കും. അമിതമായി ബ്രൂട്ടാലിറ്റി നമ്മുടെ സിനിമയിൽ ഉണ്ടാവില്ല. എന്നാൽ സെൻസർ ബോർഡ് കൽപ്പിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്ന വയലൻസ് തീർച്ചയായും കാട്ടാളൻ എന്ന സിനിമയിൽ ഉണ്ടാകും, പോൾ ജോർജ് പറഞ്ഞു. ആളുകളെ അക്രമങ്ങളിലേക്ക് നയിക്കുന്നത് ജീവിത സാഹചര്യങ്ങളാണെന്നും ഒരു സിനിമ കണ്ടിട്ട് മാത്രം ഒരാൾ പോയി ക്രൈം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും പോൾ ജോർജ് പറഞ്ഞു. സിനിമ കാഴ്ചക്കാരെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സിനിമയിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകും, മോശം കാര്യങ്ങളും ഉണ്ടാകും. നല്ല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇൻഫ്ലുവൻസ് ആവാം. പക്ഷെ സിനിമയിൽ നല്ല കാര്യങ്ങളെയും മോശം കാര്യങ്ങളെയും തമ്മിൽ വേർതിരിച്ച് കാണാനുള്ള ഒരു വിവേകബുദ്ധി അവിടുത്തെ പ്രേക്ഷകർക്ക് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണല്ലോ നമ്മൾ ഓരോ സിനിമയും അവരുടെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. ഒരു സിനിമ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു വളരെ കുറവ് ശതമാനം മാത്രമായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ്. ഒരു ക്രൈമിലേക്ക് ഒരാളെ നയിക്കുന്നത് അയാളുടെ ജീവിത സാഹചര്യങ്ങളും അയാളുടെ നിലവിലെ സാഹചര്യങ്ങളും ഒക്കെയാണല്ലോ. അല്ലാതെ ഒരു സിനിമ കണ്ടിട്ട് മാത്രം ഒരാൾ പോയി ഒരു ക്രൈം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പോൾ ജോർജ് പറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇത് കൊച്ചു ചാനലാണ്.